നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഡാൻസ് സ്കൂള്, ജിമ്മ് നടത്തുന്ന ആൾക്കാർ, അതുപോലെ തന്നെ നമ്മുടെ ഈ വാദ്യോപകരണങ്ങൾ പഠിപ്പിക്കുന്ന ആൾക്കാർ, ഇതിനൊക്കെ നമുക്ക് ഈ കുട്ടികളെ മാനേജ് ചെയ്യാനും അവരുടെ ഫീസുകൾ നിർണ്ണയിക്കാനും അവർക്ക് പല പല പ്ലാനുകൾ നിർണ്ണയിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതിന് ശരിക്കും പറഞ്ഞത് മൾട്ടിപർപ്പസ് ആപ്ലിക്കേഷനാണ്. ഞങ്ങളിപ്പോൾ ജിമ്മിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയപ്പോൾ ജിം എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് ഡാൻസ് സ്കൂളിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ആപ്ലിക്കേഷൻസിനും ഉപയോഗിക്കാം. ട്യൂഷൻ ടീച്ചർമാർ, ഈ ഫീസ് റെഗുലറായിട്ട് പിള്ളേരെടുക്കുന്ന വാങ്ങിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാം ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്കൊന്ന് കണ്ടുകളയാം. ഇതിൻ്റെ ഹോം സ്ക്രീൻ ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് താഴെ ഒരു മൂന്നാമത്തെ ബട്ടൺ കണ്ടോ, ഒരു 4 ഡോട്ടുള്ള, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിത് ലിസ്റ്റ് വ്യൂവിൽ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പത്തിൽ നമുക്ക് ഗ്രാഹ്യമായിട്ട് പഠിച്ചെടുക്കാം. ഇതിനകത്ത് ഞാൻ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്ന റിപ്പോർട്ട്സാണ്. പേയ്മെൻറ്റ് ഡ്യൂ റിപ്പോർട്ട്. ഏതൊക്കെ ആൾക്കാരുടെ നിന്ന് ഇപ്പോൾ ഞാനൊന്ന് പുറകോട്ട് എടുക്കാം. പേയ്മെൻറ്റുകൾ പെൻഡിങ് ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് നമുക്ക് കിട്ടും. അവരെ വിളിച്ചിട്ട് അവരുടെ പേയ്മെൻറ്റുകൾ കളക്ട് ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ സംവിധാനമുണ്ട്. അപ്പോൾ നമുക്കിത് 1 by 1 ആയിട്ട് സ്റ്റെപ്പായിട്ട് ഒന്നേന്ന് തുടങ്ങാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമുക്കൊരു പ്ലാനുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. മെമ്പർഷിപ്പ് പ്ലാൻസ് കണ്ടില്ലേ, നമുക്ക് ആഡ് പ്ലാൻ കൊടുക്കാം. പ്ലാനിൻ്റെ നെയിം വേണമെന്നുണ്ടെങ്കിൽ ഭരതനാട്യമെന്നോ അല്ലെങ്കിൽ കുച്ചിപ്പുടി, അങ്ങനെ ഏത് കലകളുടെ പേര് നമുക്ക് ഇടാം. കുച്ചിപ്പുടി എന്ന് ഇട്ടു. അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 5000 രൂപയാണ്, എക്സാമ്പിൾ. ഓക്കെ. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 മാസമാണ്. അപ്പം നമുക്കൊരു 390 ദിവസം ഡേയ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇട്ടു. താഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ന്യൂ സ്റ്റുഡൻ്റ് എന്നോ എന്തെങ്കിലും ആഡ് ചെയ്തു. അതിനുശേഷം സേവ് പ്ലാൻ. 5000 രൂപയാണ് കുച്ചിപ്പുടിയുടെ പ്ലാൻ, 3 മാസത്തെ കേട്ടോ. ന്യൂ സ്റ്റുഡൻസിന്, ഈ എക്സ്പീരിയൻസ്ഡ് സ്റ്റുഡൻസിന് ചിലപ്പം വേറെ പ്ലാൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇത് കണ്ടല്ലോ. അപ്പോൾ അടുത്തത് നമുക്ക് മെമ്പേഴ്സിനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കുട്ടി വന്നു, മെമ്പേഴ്സ്, ആഡ് മെമ്പർ. അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ആഡ് മെമ്പേഴ്സ്. അപ്പോൾ മെമ്പറിൻ്റെ പേരിടുക ആതിര കേട്ടോ. ഇത് ഫീമെയിലാണ്, ഏജ് ഒരു 24. ഡേറ്റ് ഓഫ് ബർത്ത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒരു 24 വയസ്സാകുമ്പോൾ 2000 ഏകദേശം ജനിച്ചായിരിക്കും. ഓക്കെ, അങ്ങനെ ഇട്ടു. ഫോൺ നമ്പർ ഞാനൊരു ചുമ്മാ ഒരു ഫോൺ നമ്പർ ഇട്ടു. അഡ്രസ് അത് നിങ്ങൾക്ക് എന്താ അഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യാം. ഹൈറ്റും വെയിറ്റും ഒക്കെ ഇടാൻ പറ്റുമെങ്കിൽ ഇടുക. ഓപ്ഷണലാണ്, നിർബന്ധമില്ല. 155 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. വെയിറ്റ് ഫോർ എക്സാമ്പിൾ ഒരു 60 കിലോ ഉണ്ട്. ഇൻട്രസ്റ്റഡ് ഏരിയ നിർബന്ധമല്ല ഇതൊന്നും. ആക്റ്റീവായിട്ട് സ്റ്റേറ്റസ് ആക്റ്റീവ്. മെമ്പർഷിപ്പ് ടൈപ്പ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കുച്ചിപ്പുടി ഏറ്റവും ലാസ്റ്റ് കണ്ടില്ലേ, കുച്ചിപ്പുടി നമ്മളിപ്പോൾ ആഡ് ചെയ്ത് മെമ്പർഷിപ്പ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്നാൽ തീരണം എന്നുള്ള ഡേറ്റ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. കണ്ടില്ലേ, ഫ്രം ടുഡേ. വാലിഡ് ഫ്രം നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റുകയും ചെയ്യാം. കാരണം ഇന്ന് ജോയിൻ ചെയ്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അത് മറ്റേ വന്നു തുടങ്ങുന്നത്. അപ്പം ആ ഡേറ്റ് വേണമെങ്കിൽ മാറ്റിയിടാം, അല്ലെങ്കിൽ ബൈ ഡിഫാൾട്ട് അന്നത്തെ ദിവസം വരും. അപ്പോൾ ആ കുട്ടിയുടെ ഒരു ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ലോഡ് പ്രൊഫൈൽ പിക്ചർ. ക്യാമറ എന്ന് എടുക്കണമെങ്കിൽ ക്യാമറ. ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ തന്നെ ഒരു ഫോട്ടോ ഒന്ന് എടുത്തിടാം. കണ്ടില്ലേ, ഇപ്പം ആ കുട്ടിയുടെ ഫോട്ടോ എടുത്തിടുവാണെങ്കിൽ അത്രയും നന്നായിരിക്കും. കണ്ടില്ലേ, ആ പിക്ചറോടെ വന്നു. സേവ് മെമ്പർ. അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ആ ഒരു മെമ്പറെ ആഡ് ചെയ്തു. ആതിര എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോ കൊണ്ട് ഇട്ടത്. നോ പ്രോബ്ലം, നമ്മളൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടത്. ഇനി നമുക്ക് മെമ്പർഷിപ്പ് പേയ്മെൻറ്റുകൾ തരും. അപ്പോൾ മെമ്പർഷിപ്പിൽ പോവുക. മെമ്പർഷിപ്പ് ഇപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ വന്ന് മെമ്പർഷിപ്പ് പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ കുത്തുക. നമുക്കിപ്പോൾ ആതിര ഡ്യൂ 5000 രൂപയാണ്. അപ്പോൾ ഇവർ ഒരു 2000 രൂപ പേയ്മെൻറ്റ് തരുമെന്ന് ഇടുക. അപ്പോൾ 2000 രൂപ ഇവിടെ ആഡ് ചെയ്യുക. മൊത്തം പൈസ ഇടേണ്ട, കുറച്ച് പൈസ തന്നുള്ളൂ. ക്യാഷ് ആയിട്ടാണ് തന്നത്, എങ്ങനെയാണെന്നുള്ളത് ഓൺലൈനായിട്ടാണെന്നത് നമുക്കത് മെൻഷൻ ചെയ്യാം. അതിനുശേഷം
സേവ് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഡ്യൂ എമൗണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കും, കണ്ടില്ലേ? ഡ്യൂ എമൗണ്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണിക്കും, 3000 രൂപ ഡ്യൂ ഉണ്ട്. ഇനി അതിനുശേഷം നമുക്ക് അറ്റൻഡൻസുകൾ മാർക്ക് ചെയ്യാം. മാനുവൽ അറ്റൻഡൻസ് ആണ്, മാനുവലായിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഇദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് അറ്റൻഡൻസിൻ്റെ റിപ്പോർട്ടുകൾ അറ്റൻഡൻസ് ഷീറ്റ് ഇവിടെ കിട്ടും. അറ്റൻഡൻസിൻ്റെ റിപ്പോർട്ട്സിനകത്ത് നമുക്ക് അറ്റൻഡൻസ് റിപ്പോർട്ട്സും കിട്ടും, ആരൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അങ്ങനെ കൃത്യമായിട്ട് നമുക്കിതെല്ലാം മാനേജ് ചെയ്ത് പോവാം. പിന്നെ നമുക്ക് മെയിനായിട്ടുള്ളത് നമ്മുടെ ഡ്യൂസ്. ഇപ്പോൾ ഏതൊരു മെമ്പേഴ്സിനാണെങ്കിലും ഇതുണ്ട് മെമ്പർഷിപ്പ് എന്നുള്ളതിനകത്ത് മെമ്പർഷിപ്പ് പേയ്മെൻറ്റ്സ്, ആരുടെയൊക്കെ ഡ്യൂ ഉള്ളത്, പേയ്മെൻറ്റ് പെൻഡിങ് ഉള്ളതെല്ലാം നമുക്കിവിടെ കൃത്യമായിട്ട് കണ്ടോ. ഡ്യൂ 6000 രൂപ ഡ്യൂ ഉണ്ട്, ഇവിടെ ഒരു 1000 രൂപ ഡ്യൂ ഉണ്ട്, ഇവിടെ ഒരു 25000 രൂപ ഡ്യൂ ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഓരോന്ന് 1 by 1 ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഈ റൈറ്റ് സൈഡിലെ പച്ച കളറിലെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എത്ര രൂപ തന്നു, മൊത്തം പൈസ ആണെങ്കിൽ മൊത്തം പൈസ നമുക്കിവിടെ ആഡ് ചെയ്യാം. സേവ് പേയ്മെൻറ്റ്സ് കണ്ടില്ലേ. അപ്പോൾ ആ ഡ്യൂ എന്നുള്ള സ്ഥലത്ത് നിന്ന് പെയ്ഡ് എന്നുള്ള കംപ്ലീറ്റഡ് എന്നുള്ള ഓപ്ഷനിലേക്ക് ഓട്ടോമാറ്റിക്കലി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഈ ഫസ്റ്റ് പേയ്മെൻറ്റ് ആതിര ഒരു 3000 രൂപ തരാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ കുത്തിയിട്ട് നമുക്കൊരു 3000 രൂപ തന്നതായിട്ട് കാണിക്കുക. സേവ് കണ്ടില്ലേ, ഇപ്പോൾ കംപ്ലീറ്റഡ് ആയി പേയ്മെൻറ്റ്, ഒന്നും പെൻഡിങ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ഇപ്പോൾ ലിസ്റ്റ് പെൻഡിങ് ഉള്ള ലിസ്റ്റ് ഫീസിൻ്റെയൊക്കെ ലിസ്റ്റുകൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ പറഞ്ഞ ഫീസ് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ. കണ്ടില്ലേ, ഇതിൻ്റെ ഇൻ്റർഫേസ് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻ്റർഫേസാണ്. ഏതൊക്കെ മെമ്പേഴ്സ് ഉണ്ട്, ടോട്ടൽ ഏണിങ്സ് എത്രയാണ്, എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നുള്ള സമ്മറിയും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക. റെയിൻഡെക്സ് സോഫ്റ്റ്വെയർ ലിമിറ്റഡ്. ഇതിൻ്റെ പ്ലേ സ്റ്റോറിലെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് സൈൻ അപ്പ് ചെയ്തത് നോക്കാൻ പറ്റും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു, ബൈ.